ഡിമോൾ വൈബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ആലോവേരയുടെ ജെല്ലാണ് കേട്ടോ. എനിക്ക് അലോവേര ഭയങ്കര അലർജി ഉണ്ട്. എനിക്ക് അലോവേര പറ്റില്ലായിരുന്നു. മുഖത്തൊക്കെ നിറച്ച് വരികയായിരുന്നു. അത് കാരണം ഞാൻ പിന്നെ വാങ്ങിച്ചാൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ ഇങ്ങനെ ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഒരെണ്ണമാണിത്. അവിടെ ഉണ്ടായിരുന്നതാണ് മലബാർ ആയുർവേദിക് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ നാട്ടിൽ തന്നെയുള്ള ചെറുപ്പശ്ശേരി അവിടെ നിന്ന് വാങ്ങിച്ചാണ്. അലോവേര ജെല്ല് നല്ല നല്ല ജെല്ലാണ്. നല്ലൊരു എന്താ പറയുക, നല്ല മണമാണ്. ഇത്തന മണമൊന്നുമില്ല. പക്ഷെ തേച്ച് കഴിഞ്ഞാലും ചിലത് സ്റ്റിക്കി ആയിട്ടിരിക്കില്ല. ഇത് സ്റ്റിക്കി ആയിട്ടൊന്നും ഇരിക്കില്ല. പെട്ടെന്ന് തന്നെ അത് നമ്മളെ അബ്സോർബ് ചെയ്യും. നമ്മളെ സ്കിൻ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. പിന്നെ നല്ല ഒരു നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നും നമ്മളെ മുഖമൊക്കെ. ചില ഞങ്ങളിങ്ങനെ മൊളിഞ്ഞ ഒക്കെ പോലെ വലിഞ്ഞിരിക്കുന്നുണ്ടാവുമല്ലോ. ഈ വേനൽക്കാലത്തൊക്കെ നല്ലതാണ്. സമ്മർ സീസണിന് പറ്റിയ സാധനമാണ് അലോവേര ജെൽ. നമ്മൾ മുഖം ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. എനിക്ക് കൂടുതൽ അങ്ങനെ പറയാനറിയില്ല കേട്ടോ. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. നല്ലതാണ്. അപ്പോൾ സ്കിന്നിനൊക്കെ അലർജി ഉള്ളവരാണെങ്കിൽ അലോവേര ജെല്ല് സ്കിന്നിന് അലർജി ഉള്ളവരാണെങ്കിൽ ആയുർവേദ ഷോപ്പിൽ നിന്ന് ഒരെണ്ണം വാങ്ങിച്ചു നോക്കും കേട്ടോ. ചിലപ്പോൾ വർക്കായില്ല. എനിക്ക് വർക്കായി. ഞാനിപ്പോൾ ഡെയിലി അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഈ അലോവേര ജെൽ ഇടുന്നതിൻ്റെ മുന്നേ റോസ് വാട്ടർ, ഞാൻ ഉപയോഗിക്കുന്ന റോസ് വാട്ടർ കുറേ നാളായിട്ട് തന്നെയാണ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാണ്. സ്മാർട്ട് വെയിൻ്റെ സ്കിൻ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള റോസ് വാട്ടറാണ്. ഇങ്ങനെ ഇത്ര രൂപ 6 രൂപ ഏതാണ്ട് 70 രൂപയുള്ളതാണ്. ഞാൻ വാങ്ങിച്ചിട്ട് കുറേ കാലം നിൽക്കും കേട്ടോ. സ്പ്രേ അല്ല, ഇത്രയും സ്പ്രേ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം നാട്ടിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ശേഷം നന്നായിട്ട് വരക്കി കൊടുക്കുക. വരയ്ക്കരുത് കേട്ടോ. ജസ്റ്റ് നന്നായിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം അലോവേര ജെല്ല് എടുക്കുന്നു. കുറച്ചെടുക്കുക. അങ്ങനെ ഇവിടെ എവിടെയെങ്കിലൊക്കെ തേച്ചാൽ മതി. എവിടെയെങ്കിലൊക്കെ ആവശ്യത്തിനുള്ളത് തേച്ചിരിക്കും. എന്നിട്ട് മുഖത്ത് ഇടുമ്പോൾ തന്നെ നമുക്ക് കഴുത്തിൻ്റെ ഇവിടെ കറുപ്പൊക്കെ ഉണ്ടായി. കറുപ്പ് നിറയുമ്പോൾ മുഖത്ത് ഇവിടെ നല്ലതായിരിക്കും. അങ്ങനെ കഴുത്തിൻ്റെ അവിടെ നോക്കുന്നുണ്ടായിരിക്കും. പിന്നെ നെറ്റീൻ്റെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഡ്രൈ ആണ്. അവിടെ ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് കണ്ണിൻ്റെ മുകളിൽ, കണ്ണിൻ്റെ താഴെ, മൂക്കിൻ്റെ സൈഡിൽ പിന്നെ ഈ കണ്ണിൻ്റെ താഴെയുള്ള ഈ കറുപ്പ് നിറയുന്നത് അതൊക്കെ മാറാനൊക്കെ ഉണ്ടാവും. എൻ്റെ അങ്ങനെ എനിക്ക് കുറച്ച് നല്ല വ്യത്യാസം തോന്നിയിട്ടുണ്ട്. കുറച്ചത്തേക്ക് സർക്കുലർ മോഷനിൽ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ വണക്കം. ഡ്രൈ ആയ സ്കിന്നൊക്കെ നല്ല സെറ്റാണ്. നല്ല സെറ്റാണ്. നല്ല സെറ്റാണ്. നല്ല നല്ല ഇതാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കട്ടോ.